പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 38 അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക, കഠിന വേദന കൊണ്ടെന്ന പോലെ വിലപിക്കുക, അവൻ്റെ മൃതദേഹം സമർഗമായി സംസ്കരിക്കുക, അതിൽ നീ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനപൂർണവും വിലാപദ്രേഷ്ണയുള്ളതുമായിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവൻ്റെ യോഗ്യത അനുസൃതം 1-2 ദിവസം ദുഃഖം ആചരിക്കുക, പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു, ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശ്രവിക്കുകയില്ല. ദരിദ്രൻ്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്ത്യം ഓർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചുവരവ് അസാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എൻ്റെ അവസാനം അനുസ്മരിക്കുക, നിൻ്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയെ അവസാനിക്കട്ടെ. അവൻ്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക. കർത്താവിൻ്റെ വചനം. ഈ വചനം ഇപ്പോൾ നിങ്ങൾക്കായി നൽകിയത്, ഇന്ന് മരിച്ചവരെ ഓർത്ത് ഒരുപാട് പേര് കരഞ്ഞ് ഇരിക്കുകയാണ്. ഈ കരച്ചിൽ നിർത്തി നിങ്ങൾ ദൈവത്തോടൊപ്പമായിരിക്കുക. കാരണം ഈ മരിച്ചവനെ ഉയർപ്പിക്കുവാൻ കഴിവുള്ളവനാണ് കർത്താവ്. നമ്മുടെ ദൈവം ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മരിച്ചവരെ ഓർത്ത് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ സമാധാനിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ദുഃഖം, നമ്മുടെ ഹൃദയം ഇങ്ങനെ ദുഃഖത്തിൽ ആണ്ടുപോയി കഴിഞ്ഞാൽ ആ ദുഃഖം വർദ്ധിക്കും. ആ ദുഃഖത്തെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റത്തില്ല. ആ ദുഃഖം വർദ്ധിച്ച് നമ്മൾ രോഗികളായി മാറും. അങ്ങനെയാണ് പലരും ആ മാനസിക രോഗത്തിന് പോലും അടിമകളാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിച്ചവരെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുകയല്ല വേണ്ടത്. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ തിരുമുൻപിൽ അവരെ സമർപ്പിച്ച് സമാധാനത്തിൽ മുന്നോട്ട് നീങ്ങണം. ഹല്ലേലൂയ. ദൈവം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവമാണ്. നമ്മളെ മാറോട് ചേർത്തണയ്ക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ്. അപ്പം നമ്മളിൽ നിന്ന് വേർപെട്ട് പോകുന്നവർ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്? യേശുവിൻ്റെ കരങ്ങളിലേക്ക്. ഹല്ലേലൂയ. അപ്പം നമ്മൾ അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങണം. ഈ വചനം നിങ്ങൾ വായിക്കണം, ധ്യാനിക്കണം, ഇതിനോടൊപ്പം ജീവിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. അവരെ അങ്ങയുടെ ആത്മാവിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവരെ നിറച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും എന്നെയും കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.